ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തി, ദൈവവചനത്തിൻ്റെ അത്ഭുത കൃപ, ദൈവവചനത്തിൻ്റെ അവാച്യമായ അവർണ്ണനീയമായ ദൈവവചനത്തിൻ്റെ സ്വാധീനം. കർത്താവിന് സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണെന്ന്. ജീവൻ എന്ന വിഷയത്തെക്കുറിച്ച് എപ്പോഴോ നാം ഒരു ദൈവവചന സന്ദേശം തന്നിട്ടുണ്ട്, ഏതോ ദിവസം. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇന്ന് ചൈതന്യം തരുന്ന ദൈവവചനത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, ചൈതന്യം നഷ്ടപ്പെട്ടു പോയി അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ടാൽ നിരാശ വരും. അങ്ങനെ നിരാശയുടെ കാഠിന്യം വരുമ്പോഴാണ് മനുഷ്യർ പലപ്പോഴും ആത്മഹത്യയിൽ അഭയം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അവരുടെ ചിന്ത, ആത്മഹത്യ ചെയ്താൽ ഈ ദുഃഖത്തിൽ നിന്നും പോകാം, ഒളിച്ചോടാം, എനിക്ക് സന്തോഷം കിട്ടും, അങ്ങേ ലോകത്ത് ചെന്ന് കഴിയുമ്പോൾ സന്തോഷം കിട്ടുമെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ഈ ആത്മഹത്യ വഴിയായി സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ കെടുതി, ഇപ്പോൾ അവരനുഭവിക്കുന്ന കെടുതിയുടെ എത്രയോ ആയിരക്കണക്കിന് മടങ്ങാണ് അവർ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരും. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോലും പോകരുത്. കാരണം അത്രമാത്രം ഈവിൾ ഹോണ്ടിങ്ങുള്ള, പൈശാചികൻ്റെ സ്വാധീനമുള്ള ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. ദൈവത്തിന് വിരോധമാണ്. ദൈവം എന്നും പ്രത്യാശയുടെ ദൈവമാണ്. ജീവനുള്ള ക്രിസ്തു എന്നും മനുഷ്യന് ജീവിക്കാൻ പ്രചോദനം കൊടുക്കുന്നവനാണ്. കർത്താവിന് സ്തോത്രം. മരിക്കാൻ പോകുന്നവർക്ക് ജീവൻ നീട്ടിക്കൊടുക്കുന്നവനാണ്, ആയുസ് നീട്ടിക്കൊടുക്കുന്നവനാണ് നിത്യനായ ദൈവം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരശുശ്രൂഷ ചെയ്തപ്പോൾ ഒരു ശവസംസ്കാര ശുശ്രൂഷയിലും കർത്താവ് പങ്കെടുത്തില്ല. അതെന്താ? അത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുമായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ആ ശവസംസ്കാരത്തിന് പോകേണ്ടതിന് പകരം യേശു അവർക്കെല്ലാം ജീവൻ കൊടുത്തു. എവിടെ? നയിലെ വിധവയുടെ മകനെ ശവസംസ്കാരത്തിന് കൊണ്ടുപോവുകയായിരുന്നു. ആ ശവസംസ്കാരം നടന്നില്ല. കർത്താവ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവ് ജീവൻ കൊടുത്തു ആ മകന്. അവൻ ജീവിച്ചു. ഇനി പോകട്ടെ, ലാസർ മരിച്ച് 4 ദിവസമായി, നാറ്റം വെച്ച് തുടങ്ങി, പ്രതീക്ഷയില്ല. ആ ശവസംസ്കാരത്തിന് കർത്താവ് പോയില്ല. പക്ഷേ കർത്താവ് പോയി. പിന്നീട് 4 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ കർത്താവ് വിളിച്ചു, ലാസറേ പുറത്തു വരിക എന്ന്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച് തുടങ്ങിയവൻ അവരിതാ എഴുന്നേറ്റ് വന്നു. കർത്താവിന് സ്തോത്രം. യായിറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവിന് സ്തോത്രം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നടന്ന ആ മരണം കർത്താവ് മാറ്റി. ഇല്ലേ? ഏതെല്ലാം കാര്യങ്ങൾ, ഞാൻ എല്ലാം വിവരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജീവിക്കുന്നു, യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നു, യേശു ജീവിക്കുന്നു. എന്തിന്? നമുക്ക് ചൈതന്യം തരാൻ. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് ചൈതന്യം തരികയില്ല. ഈ ലോകത്തിലെ പാപസുഖങ്ങൾ നമുക്ക് ചൈതന്യം തരികയില്ല. ഉള്ള ചൈതന്യം കൂടി നഷ്ടപ്പെടുത്തും. ചിലരെ ചൈതന്യം കിട്ടുവാൻ, സന്തോഷം കിട്ടുവാൻ മദ്യത്തിൻ്റെ അടിമകളായി പോകുന്നു. മദ്യം കുടിച്ചാൽ കുറച്ച് ചൈതന്യം കിട്ടും. ചിലർ സിനിമ കാണും, ചിലർ ടൂറ് പോകും, ചിലർ ഭക്ഷണം കഴിക്കും, ചിലർ കൂട്ടുകൂടും. ചൈതന്യം നഷ്ടപ്പെട്ട എത്രയോ ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. സന്തോഷമില്ല, ചൈതന്യമില്ല, സമാധാനമില്ല. അവർ പലതും ചെയ്തു നോക്കുന്നു, പക്ഷെ ഒന്നിനും അവർക്ക് ചൈതന്യം കൊടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ചൈതന്യം തരുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ അരികിൽ വന്നാൽ ചൈതന്യം കിട്ടും. നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ചൈതന്യം നഷ്ടപ്പെട്ട യാക്കോബിനെ കാണാൻ കഴിയും. അത് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 27 വാക്യത്തിലാണ്. ചൈതന്യം നഷ്ടപ്പെട്ട് തിരികെ കർത്താവ് കൊടുത്തു. യാക്കോബിനെ നോക്കിയാൽ ചൈതന്യം നഷ്ടപ്പെടാൻ ഒരുപിടി കാരണങ്ങളുണ്ട്. തൻ്റെ സ്വന്തം ഭവനം വിട്ട് യാക്കോബിന് ഓടേണ്ടി വന്നു. എന്തിന്? തൻ്റെ അപ്പനായ ഇസ്ഹാക്കിൽ നിന്നും അനുഗ്രഹം വാങ്ങുവാൻ യാക്കോബ് ചില തന്ത്രങ്ങൾ, സൂത്രങ്ങൾ, കൗശങ്ങൾ പ്രയോഗിച്ചു. അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പന് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ചേട്ടൻ്റെ വേഷം കെട്ടി. ചേട്ടൻ്റെ ശരീരം രോമാവൃതമാണ്. ഒരാട്ടിൻ കുഞ്ഞിനെ കൊന്ന് അവൻ്റെ കൈയും കഴുത്തുമെല്ലാം ആ രോമം കൊണ്ട് പൊതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പൻ തപ്പി നോക്കി. നീ എൻ്റെ ആദ്യജാതൻ ഏശാവ് തന്നെയോ എന്ന് ഇസ്ഹാക്ക് ചോദിക്കുന്നുണ്ട്. യാക്കോബ് ഒരു കൂസലുമില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ യാക്കോബ് പറഞ്ഞു. ശബ്ദം, യാക്കോബിന്റെ ശബ്ദം
ശരീരം ഏശാവിൻ്റെ ശരീരം. പാവം അന്ധനായ അപ്പനെ പറ്റിച്ചു. പക്ഷേ ഇതറിഞ്ഞ ഏശാവ് തൻ്റെ അനുഗ്രഹം മുഴുവൻ തട്ടിവാങ്ങിയെന്ന് യാക്കോബ് തട്ടിവാങ്ങിയെന്ന് അറിഞ്ഞ് ഏശാവ് യാക്കോബിനെ കൊല്ലാൻ ഒരുമ്പിടുകയാണ്. ഇത് അമ്മ അറിഞ്ഞു. അമ്മ രാഖ്യരായി ഈ മകനെ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? തൻ്റെ സഹോദരനായ ലാബാന്റെ അരികിലേക്ക്. ദൂരെ പോകണം, മരുഭൂമിയിലൂടെ, ബേർശേബ മരുഭൂമി കടന്നു വേണം പോകാൻ ലാബാന്റെ വീട്ടിലേക്ക്. രാത്രിയിൽ ഓടുകയാണ്. യാക്കോബ് ഏകനാണെന്ന് ചിന്തിച്ചു. തന്നെയുള്ളൂ, ആരുമില്ല. ഭീതിയോടെ, ഭയത്തോടെ, തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുമോ എന്നുള്ള ഭയത്തോടെ യാക്കോബ് ബേർശേബ മരുഭൂമിയിലൂടെ ഓടുകയാണ്. യാക്കോബിന്റെ ലോൺലിനെസ് യാക്കോബിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പിന്നീടങ്ങ് ലാബാന്റെ വീട്ടിൽ ചെന്നു. അമ്മാവന്റെ വീട്ടിൽ ഒരു അടിമയെപ്പോലെ, ഒരു വേലക്കാരനെ പോലെ ജോലി ചെയ്യേണ്ടി വന്നു വർഷങ്ങൾ. അമ്മാവന് 2 പെൺകുട്ടികളുണ്ട്, റാഖേലും ലേയയും. റാഖേൽ അതിസുന്ദരിയായിരുന്നു. അവരുടെ കണ്ണുകളുടെ ശോഭ അത് യാക്കോബിനെ ആകർഷിച്ചു. യാക്കോബ് അമ്മാവിയപ്പനോട് പറഞ്ഞു, എനിക്ക് റാഖേലിന് വിവാഹം കഴിച്ചു തരണം. അമ്മാവിയപ്പൻ സമ്മതിച്ചു. നീ ഇത്ര വർഷം എന്നെ സേവിക്കണം. വർഷങ്ങൾ അത് സേവിച്ചു. പക്ഷെ അമ്മാവിയപ്പൻ പറ്റിച്ചു. റാഖേലിന് പകരം ലേയെ കൊടുത്തു, മൂത്തോളെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതും ചൈതന്യം നഷ്ടപ്പെടുത്തി. വീണ്ടും യാക്കോബ് അധ്വാനിച്ചു റാഖേലിനെ നേടുവാൻ. റാഖേലിനെ പിന്നീട് കിട്ടി. അങ്ങനെ റാഖേലും ലേയും മക്കളുമായി കഴിഞ്ഞു. ആ സമയങ്ങളിലെല്ലാം യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും. ഞാൻ പലതും ചെയ്തു, പക്ഷെ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ ഒന്നും കരുതിയില്ല. അങ്ങനെ ഇരിക്കെ നിത്യനായ ദൈവം യാക്കോബിനോട് പറഞ്ഞു, നീ നിന്റെ ആടുമാടുകളെയും സമ്പത്തിനെയും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് നിന്റെ പിതൃദേശത്തേക്ക് പൊക്കൊള്ളാൻ. അങ്ങനെ പുറപ്പെടാൻ തുടങ്ങി. ലാബാൻ അത് അറിഞ്ഞു. ലാബാനും ലാബാന്റെ മക്കളും പിന്നാലെ ഓടി വന്നു. അതെല്ലാം യാക്കോബിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര കാര്യങ്ങൾ. സ്വന്തം മകളായ ഒരേ ഒരു മകളുള്ള ദീനയ്ക്ക് സംഭവിച്ച ചില വീഴ്ചകൾ എല്ലാം യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. യാക്കോബിന്റെ മക്കൾ ചെയ്ത ചില വീരത്തരങ്ങൾ, ആ നാട്ടിലുള്ള ആണുങ്ങളെയെല്ലാം ഉപദ്രവിച്ചത്, അത് ദീന മുഖാന്തരം അവരെയെല്ലാം ഉപദ്രവിച്ചത്, അതും യാക്കോബിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് യാക്കോബിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട് അങ്ങനെ നിരാശപ്പെട്ടിരുന്നു. അതിലും ഏറ്റവും വലിയ കാര്യം, താൻ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട മകനായ യോസേഫിനെ നഷ്ടപ്പെട്ടു പോയി. യോസേഫ് ഇപ്പോൾ ഇല്ല. യോസേഫിന്റെ സഹോദരന്മാർ പറഞ്ഞത് ഒരു മൃഗം അവനെ പറിച്ചു കീറി തിന്നു, അതുകൊണ്ട് യോസേഫ് മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചൈതന്യം നഷ്ടപ്പെട്ട് വാർദ്ധക്യകാലത്തിരിക്കുമ്പോൾ ഇതാ ഒരു രഥം വരുന്നു. ഏതാണ് ആ രഥം? അങ്ങ് മിസ്രൈമിൽ മന്ത്രിയായിരിക്കുന്ന തൻ്റെ മകൻ യോസേഫ് രഥം അയച്ചിരിക്കുന്നു. തൻ്റെ സഹോദരന്മാർ വന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞ യോസേഫിനെ കുറിച്ച് തൻ്റെ സഹോദരന്മാർ യാക്കോബിനോട് പറഞ്ഞു. മരിച്ചു എന്ന് പറഞ്ഞ യോസേഫ് ജീവനോടിരിക്കുന്നു. അവൻ മിസ്രൈം ദേശത്തിന് അധിപതിയാണ്. ഹല്ലേലൂയ. അവനെ ഞങ്ങൾ കണ്ടു എന്ന് സ്വന്തം സഹോദരങ്ങൾ പറഞ്ഞു. മാത്രമല്ല, യോസേഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും ഈ സഹോദരന്മാർ അപ്പനോട് ചെന്ന് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുവരുവാൻ മിസ്രൈമിൽ നിന്നും യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ തന്റെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ചൈതന്യം മടക്കി കൊടുത്ത ദൈവം. നഷ്ടപ്പെട്ടു പോയിരുന്നു ചൈതന്യം. നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ പലതും നിങ്ങൾക്കുണ്ടാകാം. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം, നഷ്ടപ്പെട്ടു പോയ പ്രതീക്ഷകൾ, നഷ്ടപ്പെട്ടു പോയ ജോലി, നഷ്ടപ്പെട്ടു പോയ വരുമാന മാർഗങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ദൈവവേല, നഷ്ടപ്പെട്ടു പോയ സമർപ്പണം, അങ്ങനെ പറഞ്ഞാൽ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. യാക്കോബിനെ പോലെ പലതും നഷ്ടപ്പെട്ട, ചൈതന്യം നഷ്ടപ്പെട്ട ദൈവജനമേ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ചൈതന്യം തരാൻ യേശു വന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കട്ടെ, യോസേഫ് അയച്ച രഥങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവം ക്രിസ്തു അയച്ച ക്രിസ്തുവിന്റെ വചനമെന്ന് നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം. അതങ്ങനെ തന്നെ ആകണമെന്നില്ല. എങ്കിലും തെറ്റല്ലാത്ത വ്യാഖ്യാനങ്ങൾ അത് തെറ്റല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, യോസേഫ് അയച്ച രഥങ്ങൾ, യോസേഫിനെ ക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട്, രഥങ്ങളെ വചനത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ആ വചനം
യാക്കോബിനെ സന്ദർശിച്ചു. ആ വചനം യാക്കോബിന് ചൈതന്യം കൊടുത്തു. ഹല്ലേലൂയ. യാക്കോബ് ചൈതന്യമുള്ളവനായി ഈ രഥങ്ങളിൽ കയറി യോസേഫിന്റെ അടുക്കിലേക്ക് പോയി. ഈ വചനമാവുന്ന രഥത്തിൽ കയറി നാം യേശുവിന്റെ അരികിലേക്ക് പോകണം. യേശു നിങ്ങൾക്ക് ചൈതന്യം തരും. ആ യോസേഫിനോട് കൂടെ മിസ്രൈമിൽ യാക്കോബ് സൗഭാഗ്യ ജീവിതം അനുഭവിച്ചു. യാക്കോബ് കണ്ടു, തന്റെ കണ്ണുകൊണ്ട് കണ്ടു യോസേഫിൽ ലഭിച്ചതായ ഔന്നത്യം, യോസേഫിൽ ലഭിച്ച പദവികൾ എല്ലാം കണ്ട് ദൈവത്തെ വാഴ്ത്തുവാൻ ഇടയായി. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് മടക്കിത്തരും. എങ്ങനെ? നിങ്ങൾ ഈ വചനമാകുന്ന രഥത്തിൽ കയറണം. വചനത്തിൽ കയറി യാത്ര ചെയ്യണം. വചനത്തോടനുബന്ധിച്ച് നിങ്ങൾ യാത്ര ചെയ്യണം. വചനത്തിൽ വേരൂന്നി യാത്ര ചെയ്യണം. വചനമായിരിക്കണം നിങ്ങളെ വഴികാട്ടുന്ന വിളക്കായി നിൽക്കേണ്ടത്. മറ്റൊന്നിലേക്ക് പോകരുത്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, സ്വന്തം കഴിവിൽ ആശ്രയിക്കരുത്, പാരമ്പര്യങ്ങളിൽ ആശ്രയിക്കരുത്. യേശുവിൽ ആശ്രയിച്ചു കൊള്ളണം. ഒരു ദൈവദാസനിലും ആശ്രയിക്കരുത്, യേശുക്രിസ്തുവിൽ ആശ്രയിച്ചു കൊള്ളണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചൈതന്യം കിട്ടും. ദൈവം നിങ്ങളെ വഴി നടത്തും, ഐശ്വര്യമായി നിങ്ങളെ വഴി നടത്തും. കർത്താവിന് സ്തോത്രം. യാക്കോബ് ചൈതന്യപൂർണ്ണനായി തീർന്നു. യാക്കോബ് തന്റെ മക്കളെല്ലാം അനുഗ്രഹിച്ചു. അവർക്ക് സ്വർഗത്തിന്റെ സന്ദേശം കൊടുത്തു, സ്വർഗീയ ദൂത് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ള കുഞ്ഞുങ്ങളെ യാക്കോബ് അനുഗ്രഹിച്ചു. തന്റെ പ്രിയമകനായ യോസേഫിന്റെ 2 മക്കൾ മനശ്ശെയും എഫ്രൈമിനെയും കൈകൾ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചു. യാക്കോബ് അനുഗ്രഹിച്ചപ്പോൾ കൈകൾ പിണച്ചു വെച്ചു. ക്രൂശാകൃതിയിൽ. ക്രൂശ് അനുഗ്രഹത്തിന്റെ അടയാളമാണെന്ന് യാക്കോബ് യുഗങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ പറഞ്ഞു. ഹല്ലേലൂയ. അതേ യാക്കോബ് ചൈതന്യമുള്ളവനായി തൻ്റെ കാൽ കട്ടിൽ എടുത്തു വെച്ച് തൻ്റെ പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. ശോഭനമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം യാക്കോബിന് കിട്ടി, ചൈതന്യം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ചോദിക്കട്ടെ, മകനെ, നീ ചൈതന്യം നഷ്ടപ്പെട്ടവനാണോ? യൗവനക്കാരാ, നിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടോ? വാർദ്ധക്യത്തിലുള്ള പിതാവേ, അങ്ങ് ചൈതന്യം നഷ്ടപ്പെട്ട് കഴിയുകയാണോ? എങ്കിൽ വരൂ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക്. അതേ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ചൈതന്യം തരാൻ കഴിവുള്ള ക്രിസ്തുവിന്റെ വചനം. ആ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനം നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ, വചനപ്രകാരം ജീവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, നിങ്ങൾക്ക് കർത്താവ് നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായി, ശക്തിക്ക് അതീതമായി നിങ്ങളുടെ മേൽ വചനത്തിന്റെ ചൈതന്യം പകരും. അപ്പോൾ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും, സമാധാനം കിട്ടും, സന്തോഷം കിട്ടും. നിങ്ങളുടെ കുടുംബം സ്വർഗമായി തീരണം. അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ കൊച്ചു കൊച്ചു സ്വർഗങ്ങളായി തീരണം. അങ്ങനെ നമുക്ക് നിത്യസ്വർഗത്തിന് വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരുക്കണം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായത്. സ്വർഗത്തിലെത്തിച്ചേരണം, യേശുവിനെ കാണണം, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന യേശുവിൻ്റെ പാദം ചുംബിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ചൈതന്യം നഷ്ടപ്പെട്ടവർക്ക് കർത്താവ് ചൈതന്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങളുമായി സംസാരിക്കാം. കർത്താവ് നിങ്ങൾക്ക് ആത്മീയമായ പ്രകാശവും വെളിച്ചവും സൗഖ്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വം.